ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി 2 തരത്തിലുള്ള ബിസ്ക്കറ്റ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിങ്ങും മറ്റേത് കോഫി ചീസ് ബിസ്ക്കറ്റ് പുഡിങ്ങും. രണ്ടും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ് ആണ്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. ഒരു 10 മിനിറ്റ് കൊണ്ട് 2 ടൈപ്പിലുള്ള ബിസ്ക്കറ്റ് പുഡിങ് ഉണ്ടാക്കും. ഒന്ന് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് പുഡിങ്ങും മറ്റൊന്ന് ചീസ് കൊണ്ടുള്ള ബിസ്ക്കറ്റ് പുഡിങ്ങും. ഇതിനെല്ലാം ഈ മേരി ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മേരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്രീം എടുത്തിട്ടുണ്ട്, പാല്, പഞ്ചസാരയിലെ കണ്ടൻസ്ഡ് മിൽക്ക്, കോൺഫ്ലവർ, ചോക്ലേറ്റ് പൗഡർ, പിന്നെ കുറച്ച് ബട്ടറും. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പാലൊഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ച് വെക്കാം. പാല് നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇതിലേക്ക് കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ പാലും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കലക്കിയെടുക്കാം. ഇതിൽ ചേർക്കാം. ചോക്ലേറ്റ് പൗഡറിൽ കുറച്ച് പാലൊഴിച്ചിട്ട് അതും ഇതുപോലെ നന്നായിട്ട് കലക്കിയെടുക്കാം. അതും ഇതിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് ക്രീം ഒഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. കുറച്ചൊന്ന് കുറുകി വരണം. അതുവരെക്കും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ കരിഞ്ഞു പോകും. കൂടുതൽ തീ കത്തിക്കാൻ പാടില്ല, ചെറിയ തീയിൽ മാത്രമേ കത്താൻ പാടുള്ളൂ. പുഡിംഗ് മിക്സ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. കൂടുതൽ ടൈറ്റ് ആവണമെന്നില്ല, അതായത് ഇപ്പം നന്നായിട്ട് ഒഴിക്കേണ്ട ഇതിലാണെന്നുള്ളത്. പുഡിംഗ് സെറ്റ് ചെയ്യാൻ അത് കുറച്ച് ബട്ടർ പിന്നെ സ്പ്രെഡ് ചെയ്യാം. ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ബിസ്ക്കറ്റ് ജസ്റ്റ് ഒന്ന് പാലിൽ മുക്കിയിട്ട് ഇതിൽ സെറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ പുഡിംഗ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ മുകളിൽ ഏത് നട്ട്സ് വേണ്ടെങ്കിലും കുറച്ച് ഇടാം. ഇനി വീണ്ടും ഇതുപോലെ സെറ്റ് ചെയ്യാം. ഇതിന് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. നല്ല കവർ കൊണ്ട് അടച്ച് ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 2 പുഡിങ്ങും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. 10 മിനിറ്റേ ആകെ എടുത്തിട്ടുള്ളൂ. ഇനി ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ബിസ്ക്കറ്റ് സെറ്റായിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ എടുത്തിട്ടുണ്ട് സെറ്റ് ആവാനായിട്ട്. ഇതിനി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് പുഡിംഗ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസ്ക്കറ്റ് പുഡിംഗ് ആയിരുന്നു ഇത്. ആകെ ഒരു 3 മിനിറ്റേ വേണ്ടു ഇതൊന്ന് കുറുക്കിയെടുക്കാനായി. പാലും കോൺഫ്ലവറും കുറുക്കിയെടുക്കാനായി. ബേക്ക് ചെയ്യേണ്ട വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. 2 ബിസ്ക്കറ്റ് പുഡിംഗ് റെസിപ്പിയും വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. രണ്ടാമത്തെ റെസിപ്പി ഒരു ബിസ്ക്കറ്റ് കോഫി പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. മേരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്, ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്, ക്രീം ചീസ്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസ്ക്കറ്റ് പുഡിംഗ് ആണിത്. ഒരു മിക്സിയിലേക്ക് ഫ്രഷ് ക്രീം ഇടാം, ആവശ്യത്തിന് പഞ്ചസാര ഇടാം,
ക്രീം ചീസ് ഇടാം. നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഫ്രഷ് ക്രീമും ചീസും മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കാപ്പിപ്പൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒരു ട്രേയിൽ കുറച്ച് ബട്ടർ ഇതിനി സെറ്റ് ചെയ്യുക. ബിസ്ക്കറ്റ് എടുക്കുക, കോഫിയിൽ മുക്കുക. നല്ല തിക്കായിട്ട് ഇതുപോലെ വെക്കാം. ഇതിൻ്റെ മുകളിൽ ക്രീമും ചീസും അടിച്ചത് ഒഴിക്കാം. ഇനി വീണ്ടും ബിസ്ക്കറ്റ് കോഫിയിൽ മുക്കി ഇതുപോലെ വെക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും ബാക്കിയിലെ ചീസും കൂടി ഒഴിക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ബിസ്ക്കറ്റ് വെക്കാം. ഇനി കുറച്ച് ബിസ്ക്കറ്റ് പൊടി കൊണ്ട് ഗാർണിഷ് ചെയ്യാം. ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, താഴെയാണ് വെക്കേണ്ടത്. ഒരു 5-6 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ബിസ്ക്കറ്റ് കോഫി പുഡിങ് ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇതിനി മുറിച്ചിട്ട് സേവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പുഡിങ്ങാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചീസും ബിസ്ക്കറ്റും കോഫിയുടെ ടേസ്റ്റും ചീസിൻ്റെ ടേസ്റ്റും എല്ലാം കൂടിയിട്ടുള്ള പുഡിങ്ങാണ്. ഈ 2 ബിസ്ക്കറ്റിൻ്റെ പുഡിങ്ങുകളും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.